ഒരാൾ ഓഫീസിലേക്ക് 35 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് 15 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും. 2 യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ വേണ്ടി വന്നെങ്കിൽ അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്ര? നമുക്കറിയാം, ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയമാണ്. ഇവിടെ സമയം തന്നിരിക്കുന്നത് 4 മണിക്കൂറാണ്. അപ്പം 4 ഇൻറ്റു സ്പീഡ് ഇവിടെ തന്നിരിക്കുന്നത്, അങ്ങോട്ടുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 35 കിലോമീറ്റർ പെർ ഹവറും ഇങ്ങോട്ടുള്ളത് 15 കിലോമീറ്റർ പെർ ഹവറുമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് ശരാശരി എന്ന് പറയുന്നത് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ആണ്. ഇത് ഒരേ ദൂരമാവുകൊണ്ടാണ് നമുക്കിങ്ങനെ ആവറേജ് കാണാൻ പറ്റുന്നത്. അപ്പോൾ 2 ഇൻറ്റു 35 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 50. അപ്പം നമുക്ക് ചെയ്ത് വരുമ്പോൾ 25 വരും, ഇത് 7 വരും, ഇത് 5 വരും, 3 വരും. അപ്പം 21 നമ്മുടെ സ്പീഡ്. അപ്പം 4 ഇൻറ്റു 21 84 മൊത്തം ദൂരം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദൂരമാണ് 84. അപ്പം നമുക്ക് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്രയെന്നാണ്. അപ്പോൾ ഒരു ഭാഗത്തേക്കുള്ളത് മതി. അപ്പോൾ 84 ഡിവൈഡഡ് ബൈ 2 കാണണം. അപ്പം 42 കിലോമീറ്റർ ആണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും തിരികെ ഓഫീസിൽ നിന്നും 20 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും സഞ്ചരിക്കാൻ ആകെ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര? ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയമാണ്. ഇവിടെ നമുക്ക് വേഗത 2 തന്നെയാണ്, 30 കിലോമീറ്റർ പെർ മണിക്കൂറും 20 കിലോമീറ്റർ പെർ മണിക്കൂറും. പക്ഷേ സമയം തന്നിട്ടുണ്ട് 5 മണിക്കൂർ. അപ്പോൾ 5 ഇൻറ്റു നമുക്ക് ശരാശരി വേഗത കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങോട്ട് 30 ഇങ്ങോട്ട് 20 ആണെങ്കിൽ ശരാശരി എന്ന് പറയുന്നത് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ആണ്. അപ്പോൾ 2 ഇൻറ്റു 30 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 50 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വരുമ്പം 6 വരും. അപ്പം 24. അപ്പോൾ 5 ഇൻറ്റു 24 ആണ് മൊത്തം ദൂരം, 120 കിലോമീറ്റർ. നമുക്ക് വേണ്ടത് എന്താ ചോദിക്കുന്നത്, വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ദൂരം മാത്രമാണ്. അപ്പോൾ 120/2 60 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ. താങ്ക് യു.